ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് മൊഡ്യൂൾ 1 ലെക്ചർ 4 പ്രൊജക്ഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻസിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Question number 1. A line AB 65 mm long has its end B 20 mm away from HP and 30 mm away from VP. The line is parallel to both principal planes. Draw its projection in all 4 quadrants. അപ്പോൾ 4 ഡിഫറെൻറ്റ് ക്വാഡ്രൻറ്റിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ 65 mm ലെങ്ത് ഉള്ള ലൈൻ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ലൈൻ പാരലൽ ടു ബോത്ത് പ്രിൻസിപ്പൽ പ്ലെയിൻസ്, അതായത് HP-ക്കും VP-ക്കും പാരലൽ ആയിട്ടുള്ള ലൈനാണ്. അതിൽ എൻഡ് ബി എന്ന് പറയുന്നത് 20 mm away from HP-യും 30 mm ഫ്രം VP-യും ആണ്. അതായത് എ എന്ന് പറയുന്ന അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന ലൈൻ 20 mm എബവ് HP-യും 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP-യും ആണ് ഇരിക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് ആദ്യം നമ്മൾ വരയ്ക്കുന്നത്, അതിനുശേഷം സെക്കൻഡ് ക്വാഡ്രൻ്റ്, അങ്ങനെ പോകും. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാകുമ്പോൾ ഈ സെയിം ലൈൻ 20 mm എബവ് HP ആൻഡ് 30 mm ബിഹൈൻഡ് VP ആവും. തേർഡ് ക്വാഡ്രൻ്റ് സെയിം ലൈൻ 20 mm ബിലോ HP ആവും, 30 mm ബിഹൈൻഡ് VP ആവും. ഫോർത്ത് ക്വാഡ്രൻ്റ് ഈ സെയിം ലൈൻ 20 mm ബിലോ HP ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആവും. അങ്ങനെ 4 ഡിഫറെൻറ്റ് പൊസിഷനിലാണ് നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻസ് വരയ്ക്കുന്നത്. നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ 20 mm എബവ് HP നമ്മൾ പ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ എ ഡാഷ് അപ്പോൾ ബി ഡാഷും നമുക്ക് എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ 2 പോയിൻറ്റ്സ്, എ ബി എന്ന് പറയുന്ന പോയിൻറ്റ്സ് 20 mm പാരലൽ ടു HP എബവ് XY ലൈൻ വന്നു. അതുപോലെ തന്നെ 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് കിട്ടുക. 30 mm ബിലോ XY ലൈനാണ് ടോപ്പ് വ്യൂ വരുന്നത്. ഇതിൻ്റെ ലൈൻ്റെ ലെങ്ത് 65 ആണ്. അപ്പോൾ നമ്മൾ ഡയമെൻഷൻ ലൈൻ വരച്ച് തന്നെ 65 പ്രിൻറ്റ് ചെയ്യണം. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഈ ലൈനാണ് ഫ്രണ്ട് വ്യൂ, ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. അപ്പോൾ നമ്മളിതിൽ തിക്ക് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് തിക്ക് ലൈൻ. എ ബി എന്ന് പറയുന്ന ഈ ലൈനും നമ്മൾ തിക്ക് ലൈൻ യൂസ് ചെയ്താണ് വരയ്ക്കേണ്ടത്. അതേസമയം ഡയമെൻഷൻ ലൈൻ, XY ലൈൻ, ബാക്കിയെല്ലാം നമ്മൾ തിൻ ലൈൻ യൂസ് ചെയ്താണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതാണ് ലൈൻ പ്ലേസ്ഡ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. നമുക്ക് ഇനി സെക്കൻഡ് ക്വാഡ്രന്റ് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സെക്കൻഡ് ക്വാഡ്രന്റ് വരുന്നത്. ഫ്രണ്ട് വ്യൂ 20 mm എബവ് HP, എ ഡാഷ് ബി ഡാഷ് 30 mm എബവ് ബിഹൈൻഡ് VP ആയിട്ട് വരും. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എബവ് XY ലൈനായിട്ട് വരും. അപ്പോൾ അത് 30 mm ഹൈറ്റിലാണ് എ ബി എന്ന് പറയുന്ന ലൈൻ നിൽക്കുന്നത്. ഡയമെൻഷൻ ഞാൻ ചെയ്തിട്ടില്ല, നിങ്ങൾ ചെയ്യണം. തേർഡ് ക്വാഡ്രന്റ്, നമുക്കിനി തേർഡ് ക്വാഡ്രന്റ് നോക്കാം. തേർഡ് ക്വാഡ്രന്റിലുള്ള പ്രൊജക്ഷൻ ആണിത്. ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് 20 mm ബിലോ HP ആൻഡ് 30 mm ബിഹൈൻഡ് VP. ബിഹൈൻഡ് VP എന്ന് പറയുമ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ XY ലൈനിന് മേലെ വരും. നമുക്കിനി ഫോർത്ത് ക്വാഡ്രന്റ് നോക്കാം. ഫോർത്ത് ക്വാഡ്രന്റിൽ നമുക്കറിയാം ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് 20 mm ബിലോ HP ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബിലോ XY ലൈൻ വരും. 30 mm ഇൻ ഫ്രണ്ട് ഓഫ് XY ലൈൻ ആണ് ടോപ്പ് വ്യൂ AB വരുന്നത്. അപ്പോൾ ഇതാണ് 4 ക്വാഡ്രൻറ്റ്സ്. നമുക്ക് ഒന്നുകൂടി മോഡിച്ച് നമുക്ക് നോക്കാം. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ദിസ് ഈസ് ദ ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിൽ 2 വ്യൂവും ബിലോ XY ലൈൻ ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ 2 വ്യൂവും എബവ് XY ലൈൻ ആണ്. തേർഡ് ക്വാഡ്രന്റിൽ ഫ്രണ്ട് വ്യൂ താഴെ, ടോപ്പ് വ്യൂ മേലെയാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഫ്രണ്ട് വ്യൂ XY ലൈന് മേലെ, ടോപ്പ് വ്യൂ XY ലൈന് താഴെയാണ്. ഇത്രയാണ് 4 ഡിഫറെൻറ്റ് ക്വാഡ്രന്റിലുള്ള സ്ട്രെയിറ്റ് ലൈൻ്റെ പ്രൊജക്ഷൻസ് വരുന്നത്. എല്ലാവരും വളരെ സ്ലോയിൽ വൃത്തിയായിട്ട് തന്നെ അത് വരച്ച് മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു.